ഇന്ന് ഞായറാഴ്ച അതിൻ്റെ പേരിൽ പതിവിലും നമ്മൾ നേരം വൈകിട്ടാണ് രാവിലെ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തുക. പിന്നീട് 10 മണിക്ക് നമുക്ക് വീണ്ടും കുർബാനകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തിരിച്ച് വീണ്ടും പോകും ഒരു 9 മണിയാകുമ്പോഴത്തേനും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ സമയം വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നമ്മുടെ ഒരു മാവുണ്ട്. മാവെന്ന് പറഞ്ഞാൽ വലിയ ഉയരമുള്ള മാവാണ്. അതൊന്നും മാങ്ങയൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യം മാങ്ങ പിടിച്ചിട്ടുണ്ട്. ചപ്പിക്കുടിയ മാങ്ങയാണത്. ചപ്പിക്കുടിയ മാങ്ങ എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ അത് വെട്ടിക്കളയാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം കായ് പിടിച്ചിട്ടുണ്ട്, മാങ്ങയായിട്ടുണ്ട്. അപ്പോൾ കാറ്റും ഇതും അത് കൊഴിയുന്നൊരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം മാങ്ങയൊക്കെ അതുമ്മ കണ്ടു. നടന്നു വരുന്ന വഴിക്ക് തന്നെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു ചാമ്പ മരം നിൽക്കുന്നത്. അപ്പോൾ നിലത്ത് ചാമ്പയ്ക്കയും കിടക്കുന്നുണ്ട്. അപ്പോൾ ചാമ്പയ്ക്ക കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കിയപ്പോഴും അത്യാവശ്യം ചാമ്പയ്ക്ക ആയി കിടക്കുന്നുണ്ട്. നല്ല ചുമന്ന കളറിൽ ചാമ്പയ്ക്ക അത്യാവശ്യം ഉണ്ട്. നമ്മുടെ ഒരു പഴയ ചാമ്പമരം ഉണ്ടായിരുന്നു. അത് കേട് വന്നപ്പോൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം തന്നെ മുളച്ചൊരു ചാമ്പയുടെ തൈയാണത്. അതിപ്പോൾ ചെറിയൊരു മരമായിട്ടുണ്ട്. അതും അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കായകളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ചാമ്പമരം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടത് കയറിയപ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് 2 പേര് അവിടെ വീടിൻ്റെ പടിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണിനും ഒടിയനും കൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനുശേഷം അകത്ത് കയറിയപ്പോൾ അടുത്ത ആൾ നമ്മളെ സ്വീകരിക്കാൻ ഓടി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന പൊതി കണ്ടപ്പോൾ പുള്ളിക്കാരത്തിയുടെ സ്വീകരണം പൊതിയിലേക്ക് പോയി. അപ്പോൾ നമ്മളൊരു മഞ്ച് കൊടുത്തപ്പോൾ ആ മഞ്ച് ആണ് പുള്ളി ആദ്യം സ്വീകരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആ മഞ്ച് കിട്ടിയപ്പോൾ ആളുടെ വഴിക്ക് പോയി. സ്വീകരണം അവിടെ അവസാനിക്കുകയും ചെയ്തു. പിന്നീട് ഇനി നമ്മൾ ഓടിച്ചെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ ഫാമിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ക്രൈഫിഷുകളൊക്കെ എന്തായെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഓടിച്ചെന്നു. ഇന്നലെ ഒരു ഡെഡ് ആവാറായ ഒരു ക്രൈഫിഷാണ് ഈ കിടന്നിരുന്നത്. അപ്പോൾ അവൾ റിക്കവറായിട്ടുണ്ട്. അപ്പോൾ ഇനി അവൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഷെല്ല് വരും. ഷെല്ല് വരുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ടബ്ബിൽ നിന്ന് മാറ്റും. കാരണം ടബ്ബിൽ ഒരു ക്രൈഫിഷിനെ കിടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനും ഡെഡ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നമ്മളിവിടെ ഈ ടബ്ബിൽ നിന്ന് ഒരു ടാങ്കിലേക്ക് മാറ്റും. അപ്പോൾ ഇന്ന് അവൾ ആക്റ്റീവാണ്. ദൈവം സഹായിച്ചിട്ട് ഇന്നലെ ആക്റ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ താഴേക്ക് പോയത്. അപ്പോൾ പിന്നെ എല്ലാ ടാങ്കുകളും ചെക്ക് ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സന്തോഷം കിട്ടിയപ്പോൾ മറ്റൊരു ദുഃഖം കിട്ടിയ ഒരു കാഴ്ചയാണ്. നമ്മുടെ ഒരു ബ്ലൂ ക്രൈഫിഷിൻ്റെ മെയിൽ. അത് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിലുള്ളതാണ്. പഴയ ക്രൈഫിഷാണ്. അത്യാവശ്യം വലുതാണ്. അത് എന്ത് പറ്റിയെന്നറിയില്ല. അവൻ ഹൈഡിങ് പ്ലേസിൽ ഡെഡായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അവൻ അവിടെ ഇരുന്നതിൻ്റെ പേരിൽ നമ്മുടെ ശ്രദ്ധയിലും പെട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ എടുത്ത് നോക്കിയപ്പോൾ അവൻ ഡെഡായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ദുഃഖകരമായി തുടങ്ങിയൊരു ദിവസമാണ് ഇന്ന് ഇപ്പോൾ ഈ കാണുന്നത്.